ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. കാരണം BJP കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിലെ 2 കോർപ്പറേഷനുകൾ പോലും BJPയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതുവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തില്ലാത്ത ഒരു അസന്ധിഗ്ധതയും ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ ഭീതിയും ഉള്ളൊരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഭീതി ഇടതുവരുന്ന മുന്നണിയേക്കാണ്. പ്രതീക്ഷ ഈ രണ്ടുപേരൊന്നും മോചനം ആഗ്രഹിക്കുന്ന വലിയൊരു പൊതുസമൂഹമുണ്ട്. ഈ 2 കൂട്ടരുമാണ്, ഈ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്രാവശ്യത്തെ LSG തെരഞ്ഞെടുപ്പ് ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ 2 കോർപ്പറേഷനുകൾ, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തിരുവനന്തപുരത്തേക്ക് ഉദ്ദേശം തോന്നുന്നു. കാര്യം തൃശ്ശൂർ ആൾറെഡി ആകുമ്പോൾ ഒരു MP BJPക്ക് അവിടെ ഉണ്ട്. തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ നിർണായക ശക്തിയാണ്, പ്രതിപക്ഷമാണ് നിലവിൽ. പാർലമെന്റിലാണെങ്കിലും വിജയസാധ്യത എപ്പോഴും ഉള്ളതാണ്. ഒരു നിയമസഭാ സീറ്റ് നേടിയ സ്ഥലമാണ്. അങ്ങനെയുള്ള ധാരാളം പ്രത്യേകതകൾ തിരുവനന്തപുരത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 കോർപ്പറേഷനുകളും ഫോക്കസ് ചെയ്തിട്ടാണ് BJP പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇവിടെ ഒരു പ്രധാന പ്രതിപക്ഷമായി മാറിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കോൺഗ്രസ് നേരത്തെ നടത്തി, പക്ഷേ അതിൻ്റേതായ വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് ഒരുപടി മുന്നിലിറങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ നിലവിലുള്ള അന്തഃഛിദ്രങ്ങളുണ്ട്. ഇപ്പോൾ അവർ അനുഭവിച്ചിരുന്ന പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം VD സതീശനും മറ്റ് നേതാക്കളായിട്ടുള്ള തർക്കം, KC വേണുഗോപാൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയായിട്ട് വരുമോ എന്നുള്ള ഭീതി, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ കോൺഗ്രസിനകത്ത് ആ പാർട്ടിക്ക് ഉള്ളിൽ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ഒരു ഏർലി എൻട്രി എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നഷ്ടപ്പെടാനില്ലാത്തവന് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? ഉദാഹരണത്തിന് കോർപ്പറേഷൻ്റെ കേസ് പറയാം. തിരുവനന്തപുരം നഗരസഭയുടെ കേസ് K മുരളീധരനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വലിയൊരു മേയർ സ്ഥാനത്ത് പ്രഖ്യാപിച്ച ശബരിനാഥനെയാണ്. 2 പേരും കോൺഗ്രസ് സംബന്ധിച്ചിട്ട് പരാജയപ്പെട്ട ആളുകളാണ്, മൂലയ്ക്കിരിക്കുന്നവരാണ് 2 പേരും. ജനം തിരസ്കരിച്ചവരാണ് 2 പേരും എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ശബരിനാഥനെ മേയറാക്കാം, വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുക, അരുവിക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വട്ടിയൂർക്കാവ് തീരുമാനിച്ചത് തോന്നുന്നു. പക്ഷേ അവിടെ വലിയൊരു ഇടത് ബേസ് ഉണ്ട്. പ്രശാന്ത് ഉണ്ടാക്കി വെച്ച ഒരു ഓളമുണ്ട് അവിടെ, ആ ഏരിയ മൊത്തം അദ്ദേഹത്തെ നിയോജക മണ്ഡലത്തിലാകെ. അവിടെ ശബരിനാഥനെ പോലുള്ള ഒരു ഫെയിൽഡ് കാൻഡിഡേറ്റ് യാതൊരുവിധ വലിയ സ്വാധീനമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ അദ്ദേഹം ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ചോദ്യം. 2, നിലവിലുള്ള നഗരസഭയിൽ വെറും 10 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഈ 10-ൽ നിന്ന് 51 എങ്ങനെ എത്തും? ഒരു ലീപ്പ്, ഒരു കുതിച്ചുചാട്ടം നടത്തേണ്ടി വരും. അങ്ങനെ ഒരു കുതിച്ചുചാട്ടം നടത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് അനുകൂലമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഇല്ല. അവിടെ നേരത്തെ ഉള്ളത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ BJPക്ക് അനുകൂലമായ ഒരു തരംഗമാണ് പൊതുവെ കേരളത്തിലുള്ളത്. തിരുവനന്തപുരത്ത് അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരം മുൻ വർഷം നടന്നതുപോലെ തന്നെ CPM-ഉം അല്ലെങ്കിൽ ഇടത് കക്ഷികളും BJP ആയിട്ടായിരിക്കും പ്രധാനപ്പെട്ട മത്സരം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് നടക്കുക. ഏതാണ്ട് ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തദ്ദേശ പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ BJP അഡ്വാൻസ് പ്രവർത്തനം നടത്തി. അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് ആകമാനം ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആരംഭിച്ചു. ഓരോ വാർഡിനും സ്വന്തമായിട്ട് മാനിഫെസ്റ്റോ അവർ ഫിക്സ് ചെയ്തു. വാർഡിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് സംഭവം ചെയ്തു. അപ്പോൾ അവർ നിശബ്ദമായി പ്രവർത്തിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാമല്ലോ, നിയമസഭ അല്ലെങ്കിൽ ഈ LS പോലെയല്ല, നിശബ്ദമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആളുകളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്നാണ്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള അനുസരിച്ചായിരിക്കും അവർ സ്വാഭാവികമായിട്ടും അടുത്ത നിയമസഭയിലേക്ക് അവർ നീക്കം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് BJPയെ സംബന്ധിച്ചിട്ട്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് തന്നെ 101 വാർഡുകൾ ഉള്ളതിൽ ഇപ്പോഴാണ് 101 ആയത്, 100. ഏതാണ്ട് ഒരു 65-70 BJPക്ക് വിജയസാധ്യത കാണുന്ന ഇടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് വെച്ച്, ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വിജയത്തിലേക്ക് വരാൻ വഴി തെളിക്കുമോ? സാധ്യതയുണ്ട്. ഒരു 99% സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഇനി മറ്റെന്തെങ്കിലും സംഭവങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ മറ്റൊരു ഇവർക്ക് ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മേയർ വഴി ഉണ്ടായിട്ടുള്ള അഴിമതികളാണ്.
അതെ. കേരളത്തിലെ ഏറ്റവും അധികം അഴിമതി നടത്തിയുള്ള നഗരസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം നഗരസഭയാണ്. സാറിന് ഓർമ്മ ഉണ്ടാവില്ല, ആര്യ രാജേന്ദ്രനെ മേയറായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ലോകത്തിൽ ആദ്യമാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളിന് മേയറായി വരുന്നത്, അതിൻ്റെ ഗുണം നഗരസഭയ്ക്ക് ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവരെ മേയർ സ്ഥാനാർത്ഥിയാക്കിയത്. എല്ലാവരും പ്രതീക്ഷിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു ചെറുപ്പക്കാരിയാണ്, സ്വാഭാവികമായിട്ട് വലിയൊരു മോഡൽ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ ചെറുപ്പക്കാരി കാണിച്ച അഴിമതിക്ക് കൈയും കണക്കും. ഏറ്റവും അവസാനം ഒരു കുളത്തിൽ ഒരു വാർത്ത ഉണ്ടല്ലോ, കുളത്തിൻ്റെ നവീകരിക്കുന്നതിന് ബന്ധപ്പെട്ട് പേരുകൂടെ വാർഡിൽ ഒരു കുളം നവീകരിക്കുന്നതിന് ബന്ധപ്പെട്ട് 3 കോടി രൂപയോ 1.5 കോടി രൂപയോ എന്തോ ചിലവാക്കിയിട്ട് കുളം, അതിലൊരു പണിയും ചെയ്തിട്ടില്ല. ഒരു പണിയും ചെയ്ത് പായൽ പിടിച്ചിരുന്ന കുളം കാണിച്ചിട്ട് അതിൻ്റെ നോട്ടീസ് വലിച്ചിറക്കാൻ ഒരു കാരണം. അത് വാർത്തയായപ്പോഴത്തേക്ക് ആ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ അഴിമതി ഏതെല്ലാം തലങ്ങളിൽ, പൊങ്കാലയില്ലാത്ത കോവിഡ് സമയത്ത് പൊങ്കാലയെ നടന്നിട്ടില്ല. ആ പൊങ്കാല ക്ലീനിങ് എന്നും പറഞ്ഞ് അഴിമതി നടത്തിയ ആളാണ്. അപ്പോൾ ചെറുപ്പക്കാരല്ല പ്രധാനം, അവരുടെ പാർട്ടിയും അവരുടെ ആശയങ്ങളാണ് പ്രധാനം. നിങ്ങൾ ചെറുപ്പക്കാർ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മുതിർന്ന ആൾ വന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ഒരു വിഷൻ വെച്ച് പ്രവർത്തിക്കാൻ കഴിയണം എന്നാണ് ഏറ്റവും പ്രധാനം. ആര്യരാജന് മുമ്പ് നമുക്കറിയാമല്ലോ, ജയൻ ബാബുവിനെ പോലെ വി ശിവൻകുട്ടിയെ പോലെ മേയർമാരുണ്ടായിരുന്നു. അന്നും അഴിമതി നടത്തിയിട്ടുണ്ട്, പക്ഷേ ചെറിയ ചെറിയ അഴിമതികളൊക്കെ ആയിരിക്കാം. ഇതുപോലെ വലിയൊരു സ്കൂപ്പായിട്ട് സാധനം വന്നിട്ടില്ല. ഇതങ്ങനെയല്ല, കോടികളുടെ അഴിമതിയാണ് വരുന്നത്. എന്നിട്ട് നഗരസഭയ്ക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തനം തിരുവനന്തപുരം നഗരസഭയ്ക്ക് എടുത്ത് പറയാനുണ്ടോ? ഏതെങ്കിലും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഴിമതിയും BJPക്ക് അനുകൂലമായി മാറും. ഈ 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരം നഗരസഭയിലെ റിസൾട്ടിനെ സ്വാധീനിക്കുക. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടാണ് പിണറായി വിജയൻ അത് ചെയ്തതെങ്കിലും അത് തദ്ദേശത്തിൽ കൂടി പ്രതിഫലിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ്റെ വർധനവ്, അതൊക്കെ കേരളത്തിൽ 68 ലക്ഷം ഗുണഭോക്താക്കൾ അതിനുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനെയും ബാധിക്കുന്ന കാര്യം തന്നെ ആയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ചെറിയ സ്വാധീനത ഉണ്ടാക്കും, നമുക്ക് ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ടെസ്റ്റ് ഡോസായിട്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാൻ വേറെ ഒരുപാട് കാരണം ഇനിയും സംഭവങ്ങൾ ബാക്കിയിടും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കിടക്കും. അതെ, ഏതാണ്ട് 190 മാസം കുടിശ്ശിക അവർക്ക് പെൻഡിങ്ങാണ്. അവരുടെ ശമ്പള പരിഷ്കരണ സംഭവം നടത്തി കൊടുത്തിട്ടില്ല, ശമ്പള പരിഷ്കരണം പെൻഡിങ്. പുതിയ കമ്മീഷനെ വയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണവിലാസം സംഘടന അടക്കം എല്ലാവരും അസ്വസ്ഥരാണ്. അവർക്ക് സമയാസമയം കിട്ടേണ്ട തുക കിട്ടാത്തതിൽ. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം 2023 DA വാങ്ങുന്നവർ ഇപ്പം 2025 ഇതൊന്നും തീരാറായി. പക്ഷെ അവർക്ക് ഇപ്പോൾ വാങ്ങുന്ന DA 2023 ജനുവരി DA ആണ് അവർ വാങ്ങുന്നത്. നോക്കണം, 2 വർഷം പുറകിലാണ്. വേറെ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഈ ഒരു ഗതികേട് സംഭവം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 4% DA പ്രഖ്യാപിച്ച്, എന്നാൽ എൻ്റെ കുടിശ്ശികയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിപ്പോൾ തർക്കം നടക്കുന്നുണ്ട്. ആ ഉത്തരവിനെ കുറിച്ച് പറയാത്തതുകൊണ്ട് കുടിശ്ശിക കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് ജീവനക്കാരെ സംബന്ധിച്ച്, പെൻഷൻകാർക്ക്. അപ്പോൾ ഇവരെ ഒന്ന് കയ്യിലെടുക്കണം ജീവനക്കാർ. കാര്യം അവർ വലിയൊരു ഫോഴ്സാണ്. ഇപ്പോൾ 5 ലക്ഷം ജീവനക്കാർ, 7 ലക്ഷത്തോളം പെൻഷൻകാരുണ്ട്. അവരവരെ കുടുംബങ്ങളെടുത്ത് കഴിഞ്ഞാൽ എത്ര ലക്ഷം വോട്ടായി? കുടുംബങ്ങളെടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ്, അതായത് വനിതകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 2000 രൂപയായിട്ട് ഉയർത്തി, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. ഇതിന് അനുകൂലമായൊരു പ്രതികരണം ജനങ്ങളിൽ നിന്ന് വരുമോ എന്നാണ് അദ്ദേഹം പരിശോധന. ടെസ്റ്റ് ഡോസാണ്. ഇത് അനുകൂലമായി വരുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവനക്കാരെ സന്തോഷം അടക്കമുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് അദ്ദേഹം പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷേമ പെൻഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും 2200 രൂപ കൂട്ടി കൊടുക്കാൻ തീരുമാനിച്ചാൽ മതിയല്ലോ. അല്ല, അത് അവരുടെ 2016 പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുള്ളതാണ്, ക്ഷേമ പെൻഷൻ ഇത്ര വരെ എത്തിക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും 200 രൂപ കൂട്ടി കൊടുത്താൽ എന്താ സംഭവിക്കുക? കാര്യം പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഈ പണം ചെലവാക്കുന്നതിൽ മടിക്കാത്തൊരു മനുഷ്യനാണ്. എന്തിന്? സൻ്റെ കാര്യം നടക്കാൻ വേണ്ടി. സ്വന്തം ആശമാരുടെ സമരം ചെയ്തു. അതെ, ആശമാർ 46 ദിവസം സമരം ചെയ്തു, 46-80 ദിവസം അവർ സമരം ചെയ്തു. എന്തുകൊണ്ട് അവരെ സഹായിക്കാത്ത? അവരാവശ്യപ്പെട്ട 100 രൂപ കൂട്ടി കൊടുക്കാനാണ്. ചെയ്തില്ല. കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ധാർഷ്ട്യവും അവരെ സഹായിക്കേണ്ടതില്ല. കാരണം ഭരണവിലാസ സംഘടന അപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട് ആശമാരുടെ. ഇത് വേറെ ആരോ സംഘടിപ്പിച്ചു വന്നാണ്, അവരെ അംഗീകരിക്കേണ്ടതില്ല എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം അപ്പുറം ചെയ്തത്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 65 ലക്ഷം ആളുകളുണ്ട് പാവപ്പെട്ടവർ. അവർക്ക് 400 രൂപ കൂട്ടി കിട്ടുമ്പോൾ അവർക്ക് സ്വർഗം കിട്ടിയതുപോലെ. ഇനി ഇത് കൃത്യമായിട്ട് കൊടുക്കും എന്ന് സാറിന് തോന്നുന്നുണ്ടോ? അത് ഇപ്പോൾ പോകും. ഇപ്പോൾ ഒരു 1-2 മാസം നടക്കുമായിരിക്കും. 2 ദിവസം പോകും. ഇത് കഴിയുമ്പോഴത്തേക്ക് നിയമസഭത്തിന് മുമ്പോട്ട് ഇത് പെൻഡിങ് ഇടും. 4-5 മാസം പെൻഡിങ് ഇടും. നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ കുടിശ്ശിക തീർത്ത് കൊടുക്കും. അപ്പോൾ ആളുകൾ ഹാപ്പി. അതിൽ ഒരുമിച്ച് 6000-7000 രൂപ കയ്യിൽ വരികയല്ലേ. 3 മാസം പൈസ എന്ന് പറയുമ്പോൾ 6000 രൂപയായി. അതിനോടൊപ്പം 200 രൂപയുടെ ഇൻസെൻറ്റീവ് വില കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ 65 ലക്ഷം
ആളുകളിൽ നിന്നും ഒരു മഹാഭൂരിപക്ഷം സ്വാഭാവിക LDFിനെ വോട്ട് ചെയ്യും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി. ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഈ പൈസ സംഘടിപ്പിക്കണം. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതാണ്. അതിന് ഏറ്റവും എളുപ്പം എന്നുള്ളത് ജീവനക്കാരെ ഒരു സൈഡിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കേണ്ട പൈസ എടുത്ത് ഈ പറഞ്ഞ ക്ഷേമ പെൻഷനും മറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്ത് വോട്ട് ബേസ് ഇതാക്കുക, ഉറപ്പിക്കുക. ജീവനക്കാർക്ക് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ മതി. അത് അടുത്ത സർക്കാരിൻ്റെ തലയിൽ വീഴും. അത് ഇദ്ദേഹം വന്നാലും വേറെ ആരും വന്നാലും പ്രഖ്യാപിച്ചിട്ട് പോകാമല്ലോ. ശരി, ആ പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ജീവനക്കാരെ അഭിസംബോധന ചെയ്യാനും കഴിയും. ഇങ്ങനെ ഒരു തന്ത്രമായിരിക്കും ഇദ്ദേഹം പയറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടവുമാണ്. കാരണം തൃശ്ശൂരും തിരുവനന്തപുരവും പിടിച്ചേ പറ്റുകയുള്ളൂ. കേന്ദ്ര നേതൃത്വവും അതിനകത്ത് നേരിട്ട് മുൻകൈ എടുക്കുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, BJPയെ സംബന്ധിച്ചിട്ട് ഇത് അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവൻ മരണ പോരാട്ടം മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ BJP പ്രസിഡന്റിനെ മാറ്റിവെക്കുന്നത് കൂടിയാണ്. കാര്യം ഇവിടെ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും നേരിട്ടാണല്ലോ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കിയത്. അത് എത്രത്തോളം വിജയിക്കും, അദ്ദേഹത്തിൻ്റെ ഈ വികസിത അനന്തപുരി അല്ലെങ്കിൽ വികസിത കേരളം എന്ന് പറയുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എത്രത്തോളം വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയും കൂടി നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ മൂന്നാം മുന്നണി കൂടി ശക്തി ആർജിച്ച് വലിയ ആകർഷകമായി മാറും. അതുപോലെ മത്സരത്തിൻ്റെ തീവ്രതയും കൂടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.